ഹായ് ഫ്രണ്ട്സ്, 42 സൈസിലുള്ളൊരു ചുരിദാർ മോഡൽ നൈറ്റിയാണിന്ന് കാണിക്കുന്നത്. നമുക്കിത് വളരെ സിമ്പിളായി കട്ട് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ സിമ്പിളായി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിതിന് വേണ്ടി 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. തുണിയുടെ ഉൾഭാഗത്താണ് കേട്ടോ മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇതുപോലെ അകമ്പുറം മറിച്ചിട്ടിട്ടുണ്ട്. ആദ്യം വീതിക്കൊന്ന് രണ്ടായി മടക്കി പിന്നീട് നീളത്തിൽ രണ്ടായി മടക്കിയിട്ടാണ് തുണിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ 7.5 ഇഞ്ച് താഴെയും ഒന്നിങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് ഈ ലൈനുകൾ തമ്മിൽ ഒന്നിങ്ങനെ സ്ട്രെയിറ്റായി വരച്ചെടുക്കാം. ഈ ഒരു ലൈനിലാണ് നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ആം ഹോളിൻ്റെ ഇറക്കവും ഞാനിവിടെ 7.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്താനുള്ളത്. ചെസ്റ്റ് 42 സൈസാണ്. അതിൻ്റെ 4/1 ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്കിവിടെ 10.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 42ൻ്റെ 4/1 ഭാഗം 10.5 ഇഞ്ച്. അതിൻ്റെ കൂടെ തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുന്നുണ്ട്. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്താലും മതി. ഞാനിവിടെ അത്യാവശ്യം തുണിയുള്ളത് കൊണ്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ലൈൻ വരച്ചെടുക്കാം. ആം ഹോളിൽ വരച്ച ലൈനിൽ 1/2 ഇഞ്ചൊന്ന് മുകളിൽ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും 1/4 ഇഞ്ച് ചെറുതായൊരു സ്ലോപ്പ് വരയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇനി ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ പകുതി ഒന്ന് കാണാം. ആ ലൈനിൽ ഞാനിവിടെ പകുതി 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോർണറിൽ നിന്നൊരു 1.5 ഇഞ്ചും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ ബാക്കിലെ ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. കോർണറിൽ നിന്നൊരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്താം. ഈ 3.5 ഇഞ്ചിൽ നിന്ന് പുറകിലേക്കൊരു 1/4 ഇഞ്ചും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ ചെറുതായൊന്ന് കുഴിച്ച് നമുക്ക് ഫ്രണ്ടിൽ ആം ഹോളും വരച്ചെടുക്കാം. ഈ ചോക്ക് കൊണ്ട് ഇതിൽ വരയ്ക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായി പറയുന്നത്. നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ 10.5 ഇഞ്ചില്ലേ, അവിടെ എത്തുന്നതിന് മുന്നേ ഈ ഫ്രണ്ടിലെ ആം ഹോളും ബാക്കിലെ ആം ഹോളും സെയിം ലൈനിലേക്ക് വരണം. വേസ്റ്റിൻ്റെ ഇറക്കം ഞാനിവിടെ 14 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്കൊരു 13.5 ഇഞ്ചൊക്കെ കിട്ടും. ഇവിടുത്തെ വീതി ഞാൻ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഹിപ്പിൻ്റെ അടുത്ത ഇറക്കം ഞാനിവിടെ 21 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടുത്തെ വീതി നമുക്ക് 13 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിൻ്റെ കൂടെ തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കാം. ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്കൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്ത് തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയെന്ന് വരച്ചെടുക്കാം. അടിഭാഗത്ത് സൈഡിലേക്ക് 2 ഇഞ്ചൊന്ന് കയറ്റി വരച്ച് ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നൈറ്റി ഇടുമ്പോൾ സൈഡ് ഭാഗം ഒന്ന് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സൈഡിലൊക്കെ അടയാളപ്പെടുത്തിയതിൽ കൂടെ കറക്റ്റായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിലെ ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിലേക്കുള്ള തുണി മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ടിലേക്ക് കുഴിച്ചു വരച്ചത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ശ്രദ്ധിക്കണം, മാറിപ്പോരുത്. ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് മനസ്സിലാവുന്നതിന് വേണ്ടി ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തും ഹിപ്പിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയ ഭാഗത്തും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞ് സൈഡ് ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിത് പ്രയോജനപ്പെടും. വെറുതെ ഒന്ന് തയ്ക്കാൻ അറിയുന്നവർക്ക് പോലും വളരെ സിമ്പിളായി തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചുരിദാർ നൈറ്റി. ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെഷർമെൻറ്റ്സൊക്കെ വെച്ച് തയ്ച്ചെടുക്കാവുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കൈ വെട്ടിയെടുക്കുന്നതിനുള്ള തുണിയുടെ കറക്റ്റ് വീതി അറിയുന്നതിന് വേണ്ടി ഇതുപോലെ ആം ഹോളൊന്ന് അളന്നെടുത്താൽ മതി. ഞാനിവിടെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് തന്നെയാണ് അളന്നെടുക്കുന്നത്. ശരിക്കും നമ്മുടെ ചെസ്റ്റ് വരുന്ന ഭാഗത്ത് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 9 ഇഞ്ചാണ് നമുക്ക് തുണിയുടെ വീതി എടുക്കേണ്ടത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും വേണം കേട്ടോ. അതിനുള്ളതും കൂടെ കണക്കാക്കി തുണിയുടെ വീതി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ബാക്ക് ഭാഗത്തെ തുണി മാറ്റിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് വരച്ചത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈയാണ് വെട്ടിയെടുക്കാനുള്ളത്. കൈയുടെ വീതി ഞാൻ പറഞ്ഞില്ലേ, 9 ഇഞ്ചും പിന്നെ ഒരു 2 ഇഞ്ചും. അപ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ 11 ഇഞ്ചാണ് വീതി വേണ്ടത്.
കൈയുടെ ഇറക്കം ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 7.25 അല്ലെങ്കിൽ 8 ഇഞ്ചോ എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത്രയും എടുക്കാം. അതിന് ശേഷം കുഴിവിന് വേണ്ടി ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടേണ്ട രീതിയിലാണ് നൈറ്റിയുടെ കയ്യിനുള്ള തുണി കിട്ടുന്നത്. ഇനി ഈ 9 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തിയ ആ ലൈനിൽ അതിൻ്റെ പകുതി ഒന്ന് കാണാം. എന്നിട്ട് അതിൽ നിന്ന് മുകളിലേക്കൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 1/2 ഇഞ്ചിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് വരച്ചെടുക്കാം. കണ്ടില്ലേ, ആ 9 ഇഞ്ചിലേക്ക് എത്തും മുന്നേ തന്നെ ആ ലൈനിൽ കൂടെ വരണം ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്കും ഈ സെൻറ്റർ ഭാഗത്തായി ചെറുതായി ഒന്ന് കുഴിച്ചു വരച്ചെടുക്കാം. അറ്റത്തെത്തുമ്പോഴേക്കും ലൈനൊക്കെ ഒരേപോലെ തന്നെ വരണം, അല്ലെങ്കിൽ പിന്നെ കൈ തയ്ക്കുമ്പോൾ കയറി ഇറങ്ങിയിരിക്കും. ഇനി അടിഭാഗത്തെ വണ്ണം 6.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചെടുക്കാം. നൈറ്റി കൂടുതലൊക്കെ തയ്ക്കുന്നവരൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വെട്ടിയെടുക്കില്ല കേട്ടോ. അവർ മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്താതെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വരച്ചതിൽ കൂടെ കറക്റ്റായി നമുക്കൊന്നിങ്ങനെ വെട്ടിയെടുക്കാം. ഫ്രണ്ടിലേക്ക് വേണ്ടി ചെറുതായൊന്ന് കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ സമയത്ത് വെട്ടിയെടുക്കേണ്ടതില്ല. അത് തുണിയൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം മാത്രമാണ് വെട്ടിയെടുക്കുന്നത്. സ്ലീവിൻ്റെ സെൻറ്റർ മനസ്സിലാവുന്നതിന് വേണ്ടി ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയൊന്ന് നിവർത്തിയിടാം. അതിന് ശേഷം ഫ്രണ്ടിലേക്ക് വേണ്ടി കുഴിച്ച് വരച്ചത് നമുക്ക് വെട്ടിയെടുക്കാം. അവിടെ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെയും കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ സൈഡിൽ നിന്ന് കിട്ടിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചുരിദാർ മോഡൽ നൈറ്റി ആകുമ്പോൾ നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ പീസ് കിട്ടും. സാധാരണ പ്ലീറ്റഡ് നൈറ്റി ആകുമ്പോൾ ഒരു പീസ് പോലും ബാക്കി ഉണ്ടാവില്ല. ഇത് നമുക്ക് ആവശ്യമുള്ളത്ര വീതിയിൽ ആവശ്യമുള്ളത്ര നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്ക് സിബൊന്നും വെച്ച് കൊടുക്കാത്ത മോഡലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇത് 2 പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. 10 ഇഞ്ച് ഇറക്കത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ഇഞ്ച്, കൂടി വന്നാൽ 2 ഇഞ്ച് അത്രയും വീതി മതി കേട്ടോ. കൂടുതൽ വീതിയായാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നൈറ്റിയുടെ ഈ പീസ് അല്ലാണ്ട് നമുക്കിതിന് ചേരുന്ന പീസ് വേറെയും വെച്ച് കൊടുക്കാം. ഇത് ഒരേ കളറാവുമ്പോൾ അത്ര എടുത്ത് കാണിക്കില്ല. വേറൊരു കളറൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. വീതി നമുക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റായി ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം വെട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഫ്രണ്ടിലെ കഴുത്തിന് നമ്മൾ ക്യാൻവാസാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് വെട്ടിയെടുക്കുന്നില്ല. ഇത് നമ്മൾ ബാക്കിലേക്കാണ്. ബാക്കിലെ കഴുത്തിന് 2.5 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ഇറക്കവുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്ത് വെട്ടിയെടുക്കാം. ഷോൾഡറിനൊരു 4 ഇഞ്ച് സ്ലോപ്പ് വരച്ചെടുത്ത് വെട്ടേണ്ടതുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്തൊക്കെ തയ്ച്ചതിന് ശേഷമാണ് ഷോൾഡറിൻ്റെ 4 ഇഞ്ച് സ്ലോപ്പ് വരച്ചെടുത്ത് വെട്ടിയെടുക്കുന്നത്. മുന്നേ വെട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ച് തയ്ക്കേണ്ടത് കൊണ്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വെട്ടിയെടുക്കുന്നത്. ഇതുപോലൊരു ക്യാൻവാസാണ് ഫ്രണ്ടിലെ കഴുത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് 2ആയി മടക്കിയിട്ടുള്ള വീതി 4 ഇഞ്ചാണ് വരുന്നത്. ഇറക്കാൻ ഞാനിവിടെ 7.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ഒരു ഭാഗം നല്ല മിനുസം ഉണ്ടാവും. അവിടെയാണ് ഗ്ലൂ വരുന്നത്. നമ്മളിവിടെ മിനുസമില്ലാത്ത ഭാഗത്താണ് വരച്ചെടുക്കേണ്ടത്. ഏത് ഷേപ്പാണെങ്കിലും നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഞാനിവിടെ കഴുത്തിൻ്റെ വീതി 2.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇറക്കം ഞാനിവിടെ 5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. താഴെ നമുക്ക് വീതി 2.25 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. പേന ഉപയോഗിച്ചൊന്നും വരച്ചെടുക്കുന്നത് അത്ര നല്ലതല്ല. നമ്മളിതുപോലെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുമ്പോൾ നല്ല കൃത്യമായി വരച്ചെടുക്കാനും പറ്റും. ഷേപ്പൊക്കെ കറക്റ്റായി വരച്ചെടുക്കാൻ പെൻസിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലെ താഴേക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു വി കട്ട്. അതിനു വേണ്ടി സൈഡിൽ നിന്നൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്താം. താഴേക്കൊരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ അടയാളപ്പെടുത്താം. എന്നിട്ട് ചെറുതായൊരു വി ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. നെക്കിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം.
റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഇതുപോലെ കൃത്യമായി വരച്ചെടുക്കുക. പുറമേ കൂടെ കട്ട് ചെയ്തെടുക്കേണ്ട ഷേപ്പ് നമുക്കൊന്നിങ്ങനെ വരച്ചെടുക്കാം. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് വീതിയിൽ ബ്രിഡ്ജ് പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ എല്ലാ നെക്കിനും ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായി നമ്മൾ വരച്ചെടുത്ത ഷേപ്പിൽ കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ബാക്കിലെ നെക്കിന് വേണ്ടി ഇതുപോലെ ക്രോസ് പീസും വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നൈറ്റിയുടെ സൈഡിൽ നിന്ന് കിട്ടിയ പീസ് സെൻറ്റർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് വെച്ച് അയൺ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.